ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉപാധികൾ. ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാത്ത പക്ഷം ജനുവരി 20 ശേഷം സർവനാശം. ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒത്തുതീർപ്പ് ഫോർമുല ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വിവരങ്ങൾ ഖത്തർ പുറത്തുവിടുന്നതായിരിക്കും. സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ ഫോർമുല രൂപപ്പെട്ടത്. ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായും ഖത്തർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായും ഇന്നലെയും ചർച്ചകൾ നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന 20 മുൻപ് ഒത്തുതീർപ്പ് ഫോർമുല നടപ്പാക്കണമെന്നതായിരുന്നു ബൈഡന്റെ ലക്ഷ്യം. ജനുവരി 20 ഹമാസ് തടവിൽ വച്ചിരിക്കുന്ന എല്ലാവരെയും മോചിപ്പിക്കാത്ത പക്ഷം സർവനാശത്തെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒത്തുതീർപ്പ് ഫോർമുല ഇപ്രകാരമാണ്. നിബന്ധന 1. ഫോർമുല നടപ്പാകുന്ന ആദ്യ ദിവസം ഹമാസ് 3 ബന്ദികളെ മോചിപ്പിക്കും. പകരം ഇസ്രായേൽ ഗാസയിലെ ജനവാസമേഖലകളിൽ നിന്നും സൈനിക പിൻവാങ്ങൽ ആരംഭിക്കും. നിബന്ധന 2. 4 ദിവസങ്ങൾക്കുശേഷം ഹമാസ് 4 ബന്ദികളെ കൂടി മോചിപ്പിക്കും. പകരം ദക്ഷിണ ഗാസയിൽ അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് ഉത്തരഗാസയിലേക്ക് പോകാൻ ഇസ്രായേൽ സേന അനുമതി നൽകും. പക്ഷേ അവർ കടലോരപാതയിലൂടെ നടന്നു മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ. നിബന്ധന 3. കാർ, ഒട്ടക, കാളവണ്ടികൾ, ട്രക്കുകൾ എന്നിവ സലാഹ് അൽ ദീൻ റോഡിന് സമീപമുള്ള റോഡ് മാർഗമേ പോകാൻ അനുവാദമുണ്ടാകൂ. ഇതെല്ലാം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ടെക്നിക്കൽ സെക്യൂരിറ്റി ടീം നയിക്കുന്ന എക്സ്-റേ മെഷീനുകൾ, ക്യാമറകൾ എന്നിവയുടെ പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും. നിബന്ധന 4. ഇസ്രായേൽ സേന ഫിലാഡൽഫി കോറിഡോറിൽ നിലകൊള്ളുകയും ഫോർമുല നടപ്പായി 42 ദിവസത്തെ ആദ്യഘട്ടത്തിൽ സുരക്ഷയ്ക്കായി കിഴക്കും വടക്കുമുള്ള അതിർത്തിയിൽ 800 മീറ്റർ ബഫർ സോൺ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. നിബന്ധന 5. ഈ കാലയളവിൽ ഇസ്രായേൽ 1000 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ഇതിൽ 190 പേർ 15 വർഷ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയവരാണ്. ഇതിനു പകരമായി ഹമാസ് 34 ബന്ദികളെയാവും മോചിപ്പിക്കുക. ഈ ഒത്തുതീർപ്പ് ഫോർമുലയുടെ 2ാം ഘട്ടവും 3ാം ഘട്ടവും നടപ്പാക്കുന്നതിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ആദ്യഘട്ടം നടപ്പായി കഴിഞ്ഞുള്ള 16-മത്തെ ദിവസം മുതൽ ചർച്ചകൾ ദോഹയിൽ ആരംഭിക്കും.